അഴകെ മനസ്സിൽ പൊന്നു ഞാനാടാൻ വാ മഴവിൽ പൊടിയിൽ മണിമേഘം പോലെ നീ അഴകെ മനസ്സിൽ പൊന്നു ഞാനാടാൻ വാ. ഏട്ടാ ഞാൻ പ്രതിഭാഗം ബാധിക്കുന്നോണ്ട് ചേട്ടന് കുഴപ്പമൊന്നും അങ്ങനെ പേടിക്കുന്ന പോലെ പ്രതിഭാഗം എടി ഇതൊക്കെ ഇത് നമ്മുടെ ലൈഫാണ്, ഒരു പ്രൊഫഷനും മറ്റും നമ്മുടെ ലൈഫ്. നീ അങ്ങനെ അത് കൂട്ടി കുഴക്കേണ്ട കാര്യമില്ല. ധൈര്യമായിട്ട് ബാധിക്കും. ആദ്യമായിട്ടല്ലേ ഏട്ടാ ഇങ്ങനെ എതിരായിട്ട് നിൽക്കുന്നത്, അപ്പൊ അതിന്റെ ഒരു ചലഞ്ച് എടുക്കണം. ഞാൻ എന്തായാലും പൊളിക്കും, നീയും പൊളിക്കണം. എടി കൊച്ചിന് ചോറ് കൊടുത്തു വിട്ടായിരുന്നു. ചേട്ടൻ ചോറ് എടുത്തോ? ഞാനും ചോറ് എടുത്തായിരുന്നു. മോളെടുത്ത ചോറ് നമുക്ക് കേസ് കഴിഞ്ഞിട്ട് ഒരുമിച്ച് കഴിക്കണം. പൊളിക്കണേ പൊളിക്കണേ, ഞാൻ പൊളിക്കും കേട്ടോ. കേസ് നമ്പർ 11/124 പുത്തൻ വീട്ടിൽ സുമ. ഹാജരുണ്ടോ ഹാജരുണ്ടോ ഹാജരുണ്ടോ? കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ. സത്യം സത്യം സത്യം. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. സത്യം സത്യം സത്യം. പുത്തൻപുരയ്ക്കൽ സുമി എന്ന എന്റെ കക്ഷിയും മേലെടുത്ത് രാഘവൻ നായരുടെ മകൻ മംഗളഭാനു എന്നയാൾ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷമായി. ഈ 8 വർഷ കാലയളവിൽ എന്റെ കക്ഷിക്ക് ആവശ്യമായ ജീവിത സൗകര്യങ്ങൾ നോക്കുകയോ കുട്ടികൾക്ക് ആവശ്യമായുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്തിട്ടില്ല. ആയതുകൊണ്ട് എന്റെ കക്ഷിക്ക് എത്രയും പെട്ടെന്ന് വിവാഹമോചനം വേണമെന്ന് താമയായി അപേക്ഷിക്കുന്നു. എതിർഭാഗം വക്കീൽ എന്തെങ്കിലും ബാധിക്കാനുണ്ടോ? ഭാര്യ ഭർത്താവ് വീട്ടില്, ഇത് കോടതിയാണ്, മറന്നു പോകുന്ന രണ്ടുപേരും. അല്ല സാറേ, ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു കേസിൽ അപ്പീൽ ചെയ്യുന്നത്. അതിന്റെ ഒരു ടെൻഷൻ വെച്ചിട്ടുണ്ട്. സാറല്ല, കേസ് നമ്പർ 11/127 മേലെടുത്ത വീട്ടിൽ മംഗളഭാനു. ഹാജരുണ്ടോ ഹാജരുണ്ടോ ഹാജരുണ്ടോ? കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ. സത്യം സത്യം സത്യം. നേരത്തെ ആരെങ്കിലും ഒന്ന് കള്ളം പറഞ്ഞാ? സത്യം സത്യം സത്യം. താങ്കളുടെ പേരെന്താണ്? അതൊരു ചോദ്യം. നിങ്ങൾ ഇന്നലെ ഫീസ് ചോദിച്ച സമയത്ത് പറഞ്ഞു മംഗളഭാനു 10,000 രൂപ വേണമെന്ന് പറഞ്ഞു. ഞാൻ തരാമെന്ന് പറഞ്ഞു. ഭാര്യ ഭർത്താവും കൂടെയാണ് ബാധിക്കുന്നത് പറഞ്ഞു. അത് ഞാൻ സംഭവിച്ചു. പിന്നെ പറഞ്ഞു മംഗളഭാനു തോക്കാണെങ്കിൽ 10,000 രൂപ തരാൻ പറ്റുമെന്ന് പറഞ്ഞു. മംഗളഭാനു, മിസ്റ്റർ മംഗളഭാനു. ഈ നിൽക്കുന്ന സ്ത്രീയെ പരിചയമുണ്ടോ? ഇല്ല. മംഗളഭാനു ശ്രദ്ധിച്ചു നോക്കൂ. ഈ നിൽക്കുന്ന സ്ത്രീയെ പരിചയമുണ്ടോ? പരിചയമില്ല. ഇതിന്റെ ഭാര്യയില്ലേ? ഇത് അറിയാൻ പിന്നെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഇതിനാൽ അറിയാം. ആക്ച്വലി എന്താണ് നിങ്ങൾ തമ്മിൽ ആഴ്ചയിലല്ല പ്രശ്നം, ഡെയിലി പ്രശ്നമാണ്. കല്യാണം കഴിച്ചതിന് ശേഷം ഡെയിലി പ്രശ്നം. എന്റെ ജഡേജ് നിങ്ങൾ മനസ്സിലാക്കണം. അത് പിന്നെ എന്നെ മനസ്സിലാക്കണം. എനിക്ക് ഇവളോട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. രണ്ടും രണ്ട് പാത്രമാക്കണം. പേര് പിടിച്ച് അന്നേ പറ്റൂ. അയ്യടാ, അല്ലെങ്കിൽ നിങ്ങളെ കൂടെ ആര് താമസിക്കണം? ജഡ്ജി സാറേ, എനിക്ക് ഒരു നിമിഷം പോലും ഇയാളോട് താമസിക്കണ്ട. എനിക്ക് എത്രയും പെട്ടെന്ന് റിവേഴ്സ് വേണം. എനിക്ക് എത്രയും പെട്ടെന്ന് റിവേഴ്സ് വേണം. അല്ല, ഈ റിവേഴ്സ് എന്ന് പറഞ്ഞ ഭാര്യ ഭർത്താവ് കൂടെ പിരിയുമ്പോൾ നമുക്ക് കോടതിയിൽ നിന്ന് ഒരു പേപ്പർ വരില്ല. അത് കേട്ടാ, വിവാഹ മോചനത്തിന് പറഞ്ഞതാണ് റിവേഴ്സ്. ഇതാണ് വിദ്യാഭ്യാസമില്ല, വിവരമില്ല. എനിക്ക് ഇതിന്റെ മുന്നോട്ട് പോകാൻ പറ്റില്ല. പുതിയ കാലഘട്ടം, ന്യൂ ജനറേഷൻ. ഞാനങ്ങനെ പുറത്തിറങ്ങി നടക്കും. അതുകൊണ്ട് ഇവളുമായിട്ടുള്ള ബന്ധം എനിക്ക് വേണ്ട. ഐ വാണ്ട് ഡൈവോഴ്സ്. മരപ്പെട്ടി കൂട്ട്. ഡൈവോഴ്സ് അല്ല, ഡിവോഴ്സ്. 7ാം ക്ലാസ് വരെ പഠിച്ച ഇതെങ്കിലും പറഞ്ഞ് സംഭവം പിടിയിട്ടില്ല നിങ്ങൾക്ക്. വിദ്യാഭ്യാസ കുറവുണ്ടിയാക്ക്. സാധാരണ ഈ കാലഘട്ടത്തിൽ ഡിഗ്രി ഹോൾഡറായ എല്ലാ എനിക്ക് ഡിഗ്രി വരെയൊക്കെ പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ സൗകര്യമില്ല, AC ഇല്ല, ചാരി കിടന്ന് പഠിക്കാൻ വേണ്ടിയുള്ള സൗകര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ 7ാം ക്ലാസ്സിൽ നടത്തിയത്. ഇല്ലെങ്കിൽ ഞാൻ കളക്ടർ ആവുമായിരുന്നു. പഠിക്കാൻ താല്പര്യമില്ലായിരുന്നു പറയുന്നതാണ് സത്യം. ഐസക് ന്യൂട്ടൻ ബോസിന്റെ വട്ടത്തിൽ നിന്നാണ് പഠിച്ചത്. എബ്രഹാം ലിങ്കൻ മെഴുകുതിരി വട്ടത്തിൽ നിന്നാണ് പഠിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ്. സാറേ, ഞാൻ ജനിച്ച നാൾ മുതൽ നേഴ്സറി പോണ കാലഘട്ടം മുതലേ എല്ലാവരും പറഞ്ഞ ഡയലോഗാണ്. അവിടെ നിന്ന് പഠിച്ച് മറ്റേതായി, ഇവിടെ നിന്ന് പഠിച്ച് മറ്റേതായി. സാറേ, ഞാൻ ചെറിയ ഒരു സംശയം ചോദിച്ചോട്ടെ. 3:30 മണിക്ക് സ്കൂളിൽ വിടും. ഈ രാത്രി വരെ ഇവർക്ക് എന്താണ് പരിപാടി? എവിടെയെങ്കിലും തെറ്റിച്ചിരിച്ച് നടന്ന് ക്രിക്കറ്റ് കളിച്ചിട്ട് വരും. അമ്മ അടിക്കുമ്പോൾ കരഞ്ഞോണ്ട് വന്നിരുന്ന പോസ്റ്റിന്റെ മൂട്ടിയിരുന്ന് പഠിക്കുന്ന അത്ര വലിയ കഴിവൊന്നുമല്ല. സാറൊന്നും ഇവരെ പ്രോത്സാഹിപ്പിക്കരുത്. ഞാൻ ഉള്ള കാര്യം പറയാം. ആരോട് പറയാൻ? സാറേ, എനിക്ക് ഇയാളെ വേണ്ടാന്ന് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷെ ഒരു കാരണം ഞാൻ ഇവിടെ പറയാം. എന്റെ അച്ഛൻ എനിക്ക് സ്ത്രീധനം തന്ന വസ്തുവില് ഒരു തേക്കും ഈട്ടി തൈകളും ഒക്കെ ഉണ്ടായിരുന്നു. ഈട്ടി പറ്റി കുറെ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം വെട്ടിമുറിച്ചിട്ട് ഇയാൾ പഞ്ഞിമരം കൊണ്ട് നട്ടു. സാറേ, അത് ഞാൻ നാളത്തെ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ചത്തു കഴിഞ്ഞാൽ ഈ ഈട്ടിയും തേക്കും
ഫർണിച്ചറും ചാവും നമുക്ക് മേളിൽ പോകാൻ പറ്റൂല. പറ്റോ? പക്ഷേ പഞ്ഞിമരം വെച്ച് കഴിഞ്ഞാൽ ചാവുമ്പോ മൂക്കിൽ പഞ്ഞെങ്കിലും വെച്ചോണ്ട് പോവാം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു ജോലിക്ക് ഒരിക്കലും പോകില്ല സാറേ. അത് മാത്രം പറയുന്നത്. ജോലിക്ക് എന്റെ കുടുംബത്തിൽ ജോലിക്ക് പോകാത്ത ഒരു മനുഷ്യൻ പോലും ഇല്ല. അറിയാം, എല്ലാവർക്കും ജോലി. അപ്പൊ അച്ഛൻ റിട്ടയർ ആയോ? ഇല്ല, പുള്ളി തന്നെ ഇപ്പോഴും എന്റെ അച്ഛൻ. അതല്ല, അച്ഛൻ ജോലിയിൽ നിന്ന് റിട്ടയർ ആയോ? ഇല്ല, ഇപ്പോഴും സർവീസിലുണ്ട്. എന്താണ് അച്ഛൻ? മേലെടുത്ത് രാഘവൻ നായർ IPS. അപ്പോ സാറേ പച്ച കള്ളുവാണ്. IPS അല്ലേ സാറേ? ഇയാൾ എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇയാളുടെ അച്ഛൻ IPS എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചത്. ചുമ്മയാണ് സാറേ, വെറും പപ്പട കച്ചവടമാണ് ഇയാൾ അച്ഛന്. ഈ പപ്പട കച്ചവടം IPS എങ്ങനെ മാച്ചാവണം? അതെ, പപ്പട കച്ചവടം. അച്ഛന്റെ കടയുടെ പേരാണ് ഇന്ത്യൻ പപ്പടം സർവീസ് IPS. അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അല്ല, ഞാൻ വരാമെന്ന് പറഞ്ഞ അത് മാത്രമല്ല ഇവരോടാണ്. ഇയാളുടെ സ്വഭാവശുദ്ധിയിൽ എന്റെ കക്ഷിക്ക് സംശയമുണ്ട്. മിസ്റ്റർ മംഗളഭാനം, താങ്കൾക്ക് അഭിഹിതമുണ്ടോ? താങ്കൾക്ക് അഭിഹിതമുണ്ടോ? ഞാൻ ചോദിച്ച ശ്രദ്ധിച്ച് കേട്ട് ഞാൻ. താങ്കൾക്ക് അഭിഹിതമുണ്ടോ എന്നാണ് ചോദ്യം. ഉണ്ട്. സാറിനുണ്ടല്ലോ, ഒരു സാറിനുണ്ടല്ലോ. എനിക്കാ? ഞാൻ കണ്ട, കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ടതാണല്ലോ. ശ്രദ്ധിച്ച് കേട്ടു. അഭിഹിതമുണ്ടോ? ഉണ്ടെന്ന്. കഴിഞ്ഞ ആഴ്ച ഞാൻ പോയപ്പോ 2 കിലോ പച്ചരി, 4 കിലോ ചാക്കരി, 1/2 കിലോ പഞ്ചസാര, 1 ലിറ്റർ മണ്ണെണ്ണ എനിക്ക് കിട്ടി. എന്റെ അരിവിഹിതം. അതെ, സാറ് അവിടെ കിടന്ന് മണ്ണെണ്ണ കിട്ടിയെന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നമായിരുന്നല്ലോ റേഷൻ കടയിൽ. അരിവിഹിതം കിട്ടിയെന്ന് പറഞ്ഞത്. അരിവിഹിതമല്ല, അഭിഹിതം. അത് പരസ്ത്രീ ബന്ധം. അയ്യോ, അതൊന്നും സാറേ, എന്നെ പോലെ സാറേ വിശ്വസിക്കും. ഇയാൾക്ക് അഭിഹിതമുണ്ടെന്ന് എന്റെ കക്ഷി കണ്ടുപിടിച്ചിരിക്കുന്നു. ഒരു ദിവസം എന്റെ കക്ഷി വീട്ടിൽ ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇയാൾ അയൽപക്കത്തുള്ള മിനിയെ വീട്ടിൽ വിളിച്ചു വരുത്തി സല്ലപിച്ചിരിക്കുന്നു. ഇതാ നിങ്ങൾ ഇത്ര വിഷയമായിട്ട് പറഞ്ഞത്. മിനി എന്റെ പൊന്നു സാറേ, ഇത് തെറ്റിദ്ധാരണ കൊണ്ട് പറ്റിയാണ്. അതായത് ഞാൻ എന്റെ വീട്ടിൽ ഷോക്ക് അടിച്ച് കിടന്ന സമയത്ത് ഞാൻ ചാവുമ്പോൾ ആരെങ്കിലും വന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ മിനി ഓടി വന്നു. അവർക്ക് മനസ്സിലായി ഞാൻ ചാവുന്നു. അപ്പോഴെന്നെ അവൾ എനിക്ക് കുറെ കൃത്രിമ ശ്വാസം തന്ന് രക്ഷിച്ചു. അതിനെ കണ്ടുകൊണ്ട് വന്നിട്ടാണ് ഇവിടെ തെറ്റിദ്ധരിച്ചിട്ട് ഇത്ര വിഷയമായത്. എന്റെ കക്ഷി ഷോക്ക് അടിച്ച് കിടന്നപ്പോ കൃത്രിമ ശ്വാസം കൊടുക്കുന്ന ഇത്ര വലിയ തെറ്റായ കാര്യമൊന്നുമല്ല. കറണ്ട് അടിച്ച് വീണ് കിടക്കുന്ന ഒരാൾക്ക് കൃത്രിമ ശ്വാസം കൊടുക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷെ കറണ്ട് ഇല്ലാത്ത ഇയാളെ വീട്ടിൽ ഇയാളെ എങ്ങനെ കറണ്ട് അടിച്ചു? ഇതാണ് എന്റെ ചോദ്യം. അത് മാത്രമല്ല യുവർ ഓണർ, എന്റെ കക്ഷിയെ എതിർ കക്ഷിയുടെ ആളുകളെ വിട്ട് ഉപദ്രവിക്കുകയാണ് ചെയ്തത്. ഈ മിനിയുടെ കേസം പറഞ്ഞ് ഇവളെ അച്ഛൻ, ഇവളെ സഹോദരൻ, ഇവളെ മാമനെല്ലാം കൂടെ എന്നെ പട്ടി അടിക്കുമ്പോൾ അങ്ങനെയുള്ള വെറുതെ പറഞ്ഞ പറ്റില്ല. കോടതിയിൽ തെളിവുകളും സാക്ഷികളുമാണ്. സാക്ഷിയുണ്ട് യുവർ ഓണർ. എന്റെ സാക്ഷിയെ വിസ്തരിക്കാൻ അനുമതി തന്നാൽ. സാക്ഷി രസലകുമാർ ഹാജരുണ്ടോ? എന്റെ പൊന്നളിയ, എന്റെ വില കളയുന്നു. നീ കൂടപ്പുറപ്പിനെ പോലെ ഞാൻ കൊണ്ടിടക്കും. എന്നെ പട്ടിയടിക്കും പോലെ ഇപ്പോൾ അച്ഛനും സഹോദരനും മാമനെ കടിച്ചു ഓർമ്മയുണ്ട്. എല്ലാം വളരെ പുള്ളി തെറ്റാതെ പറഞ്ഞു കൊടുക്കും. ഡൈവോഴ്സ് മാറ്റി എനിക്ക് ഈ പൂന്തനെ വേണ്ട. ഞാൻ നമുക്കൊന്ന് കാണാൻ കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് കേട്ടോ പട്ടിക്ക് പറഞ്ഞു. മിസ്റ്റർ രസനകുമാർ, ഇയാൾ പറഞ്ഞതൊക്കെ സത്യമാണോ? എനിക്കൊന്നും മനസ്സിലായില്ല. അല്ല, നിങ്ങൾക്ക് മനസ്സിലായില്ല? എനിക്ക് മനസ്സിലായില്ല. ഈ പ്രതിഭാസം നിനക്ക് മനസ്സിലായില്ല? അല്ല, മനസ്സിലായില്ല. എന്താണ് താങ്കൾ ഉദ്ദേശിച്ചത് രസനകുമാർ? നാക്ക് പഠിച്ചെങ്കിലും പറഞ്ഞോ. നീ പറയുന്നത് എനിക്ക് മനസ്സിലാവും, അത് വിഷയമല്ല. പക്ഷെ ഇവർക്ക് മനസ്സിലാക്കണം. എനിക്ക് ഡൈവോഴ്സ് കിട്ടും. പിടിക്കാൻ പറയൂ രസനകുമാർ. ഇങ്ങനെ ഒരു കേസില്ല. ഞാൻ വെറുതെ പറഞ്ഞാൽ അത് വിഷയം. ഇതുപോലെ കെട്ടിച്ചമച്ച സാക്ഷികളെ കൊണ്ടുവന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് പ്രതിഭാഗം വക്കീലിൻ്റെത്. അതുകൊണ്ട് എന്റെ കക്ഷിക്ക് എത്രയും പെട്ടെന്ന് വിവാഹമോചനം വേണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. അതോടൊപ്പം എന്റെ കക്ഷിയിൽ നിന്നും ഇവർ വാങ്ങിയ സ്ത്രീധന പണം എത്രയും പെട്ടെന്ന് തിരികെ നൽകണമെന്നും ഞാൻ. ഹലോ, ശ്രീധരം ശ്രീധരം എനിക്കൊരു ശ്രീധരം തന്നു. സ്ത്രീധനം വാങ്ങിച്ചില്ലേ? രണ്ട് ബാഗ് നിറച്ച് എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി വെളുക്ക എണ്ണി തിട്ടപ്പെടുത്തിയത് മറന്നുപോയ മനുഷ്യൻ. 2 ബാഗ് നിറച്ച് കാശ് കൊണ്ടുപോയി ഒരു രാത്രി മുഴുവൻ എണ്ണി തിട്ടപ്പെടുത്തണമെങ്കിൽ ഏകദേശം ഒരു 8 കോടി രൂപയെങ്കിലും ഉണ്ടായിരിക്കണം. അത് എത്ര കേട്ടാ? എനിക്ക് തന്നത് 8 കോടി രൂപ. ഞാൻ പറയുന്നത് എന്റെ പൊന്നു സാറേ, എനിക്ക് 8 കോടി ആകെ തന്നത് 3000 രൂപയാണ്. അറിയാം, 3000 രൂപ. ഈ 3000 രൂപ എണ്ണാനാണ് ഒരു ദിവസം മൊത്തം എടുത്തത്. സാറേ, 25 പൈസ 50 പൈസ തൊട്ട് വെച്ച് ഒരു 3000 രൂപ സാറ് 10 മിനിറ്റ് കൊണ്ടിരുന്നു. ഒരു കായസഞ്ചിയിലേക്ക് ഇവിടെ അച്ഛൻ കൊണ്ടിരുന്നു.
ഒരു ആളെ കണ്ട നിന്റെ ശ്രീധനും കുറെ നേരം എണ്ണിയപ്പോ എന്റെ കൈ കഴിച്ചു. അങ്ങനെ 2 പെണ്ണുകളെ ഞാൻ കുലിക്ക് വിളിച്ചു. അവരുടെ ശമ്പളം പോയിട്ട് ബാക്കി കിട്ടിയത് 16 രൂപ. അപ്പുറത്തെ കടയിൽ പോയി ഒരു ചായയും ഒരു വടയിൽ നിന്നപ്പോ ആ പൈസ ഉണ്ട്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. നോട്ട് പോയിന്റ് യുവർ ഓണർ. എന്റെ കക്ഷിക്ക് കൊടുക്കാന്ന് പറഞ്ഞ എമൗണ്ട് 50 പവനും 10 ലക്ഷം രൂപയും പകരത്തിന് 3000 രൂപയാണ് കൊടുത്തത്. അവർക്കെതിരെ വഞ്ചന കുറ്റത്തിന് കേസ് എടുക്കണം. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ അവളുടെ മരണം വരെ അവളെ സംരക്ഷിക്കുന്നതിന് അവരുടെ വീട്ടുകാർ കൊടുക്കുന്ന ഒരു പാരിതോഷികമാണ്. അത് കൊടുക്കാത്ത അന്തസ്സിന് ചേർന്ന പരിപാടിയല്ല. അപ്പൊ പെണ്ണിന്റെ വീട്ടുകാർ ചെറുക്കന് കൊടുക്കാനുള്ളത് കൊടുത്തില്ലെങ്കിൽ അന്തസ്സല്ല. അല്ല. എന്താ ചെയ്യുന്നത്? നിന്റെ അച്ഛൻ എനിക്ക് എത്ര പവൻ തരാന്ന് പറഞ്ഞത്? 101 പവൻ. എത്ര തന്നു? 10 90 തന്നില്ല കേട്ടോ. 10 90 17 പവൻ. അതിൽ 7 പവൻ മുക്ക് കേട്ടോ. ബാക്കി 90 പവൻ നിന്റെ അച്ഛനടുത്ത് ഈ നിമിഷം എന്റെ അടുത്ത് കൊണ്ടുതരാൻ പറയണം. അയ്യ ചിന്തടി കാണാൻ വന്നേക്കിന്. എടി നല്ല തറവാട്ടി പിറന്നവളാണ് നിന്റെ തറവാട്ടി. നിന്റെ അച്ഛൻ എനിക്ക് ഇങ്ങനെ കൂടെ ജീവിക്കട്ടെ സാറേ. എത്ര വർഷമായി ഞാൻ അനുഭവിക്കണം. ഇങ്ങനെ എനിക്ക് ഒരു കാലത്ത് സമാധാനം തരില്ല സാറേ. മര്യാദക്ക് ഭക്ഷണം തരൂല സാറേ. ഈ പറഞ്ഞ സത്യം തന്നെ. സാറേ ചുമ്മാ പറയാണ് സാറേ. എന്റെ കൊച്ചിനെ പോലും നോക്കൂല. എന്റെ അമ്മയ്ക്ക് ഒരു ഗ്ലാസ് ചായ പോലും വിളിച്ചു കൊടുക്കില്ല. അത്രയ്ക്ക് ദുഷ്ടയാണ് സാറേ. എന്റെ കുഞ്ഞിനെ ഞാൻ നോക്കൂലെന്ന്. ചേട്ടൻ ഒരു പെങ്ങളുണ്ടെങ്കിൽ ചേട്ടൻ ഒന്ന് പറ. എന്റെ ഒരു ആങ്ങളുടെ സ്ഥലത്തൊന്ന് പറ. ഞാൻ നോക്കൂല എന്റെ കൊച്ചിനെ. എടോ ഞാൻ കൂടുതലൊന്നും പറയല്ല. കോടതിയായി പോയി വെറുതെ പോടോ. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ എന്നും ഉപദ്രവിക്കാറുണ്ട്? എന്തോ ഉപദ്രവിക്കാറുണ്ട്. അവസാനം മറ്റെന്നാണ് ഉപദ്രവിച്ചത്? പിന്നെ ഞാൻ ആ കൃത്യം നടക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ വേറെ ആരൊക്കെ ആയിരുന്നു? ഇയാളുടെ അമ്മയും എന്റെ മോനും ഇയാളും ഞാനും. നിങ്ങൾ നിങ്ങളുടെ ഭാര്യ മർദ്ദിക്കാറുണ്ട്? ഇല്ല സാർ. ഉറപ്പാണ്. നിങ്ങൾ സ്ഥിരം ഒരു മദ്യപാനിയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റും? അയ്യോ ഞാൻ നിഷേധിക്കുന്നു. മദ്യപിക്കാറില്ല? ഇല്ല. ഇന്നലെ രാത്രി 12 മണിക്ക് നിങ്ങൾ സൂര്യ ബാറിൽ നിന്ന് മദ്യപിച്ച് ബഹളം ഉണ്ടാക്കിയതിന് തെളിവുണ്ടെങ്കിൽ? ഇല്ല ഞാൻ നിഷേധിക്കുന്നു. നിന്റെ അടുത്തിരുന്ന് അടിച്ചോണ്ടിരുന്ന ഞാനാണ്. നിങ്ങളുടെ ബഹളം ഉണ്ടാക്കിയെന്നല്ലോ. യുവർ ഓണർ, എല്ലാ ദിവസവും മദ്യപിച്ച് വീട്ടിൽ ബഹളം ഉണ്ടാക്കുന്ന ആളാണിത്, അറിയോ? ഒബ്ജക്ഷൻ യുവർ ഓണർ. മദ്യപാനം എന്തെന്ന് പോലും വന്നുകൂടാത്ത എന്റെ കക്ഷി വെറും മദ്യപിക്കുന്നു എന്ന് പറഞ്ഞ് എതിർഭാഗം വക്കീൽ ഇവിടെ ഷൈൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ കള്ളം പറയില്ല? ഇല്ല. അതിനൊരു സമയമുണ്ട്. സൂര്യൻ ആ കറുത്ത മറ നീക്കി പുറത്തു വരും. അതുപോലെയാണ് സത്യവും. മറച്ചു വെക്കാം, വളച്ചൊടിക്കാം. പക്ഷെ ഒരു നാൾ അത് പുറത്തു വരും. മിസ്റ്റർ സൂപ്രണ്ടന്റ് ഓഫ് പോലീസ്, shall I remember you something that is quite impossible for the parade? I feel pity for the dirty game you played in this case. It's manipulated. A police officer is supposed to be a watchdog of the justice and the servant of the society. For instance, you behave like a barking mad dog to recommend the family against a Nigerian citizen and extrajudicial officer. എല്ലാം പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാണാതെ പഠിച്ചു പറ്റില്ല. കോട്ടിട്ടടുത്ത് എവിടെ ഇരിപ്പുണ്ട് കേട്ടോ. നിനക്ക് ഇദ്ദേഹത്തോട് താമസിക്കാൻ താല്പര്യമില്ല? എനിക്ക് വേണ്ട. നിനക്കോ? എനിക്ക് താല്പര്യമില്ല സാർ. നിങ്ങളെ വിവാഹമോചന കേസിന്റെ വിധി അടുത്ത മാസം 13-ാം തീയതി പറയും. കോടതി വിധിച്ചുവിട്ടിരിക്കുന്നു. വിദ്യാഭ്യാസമുള്ളവരൊക്കെ ഉള്ളതല്ലേ. ചെറിയ പ്രശ്നങ്ങളൊക്കെ വീട്ടിൽ പറഞ്ഞു തീർക്കാതെ കോടതി വരെ കൊണ്ടുവരേണ്ട കാര്യമുണ്ട്. നമ്മളൊന്നും പറയാനില്ല. സാക്ഷികൾ നടത്തി ഇന്ന് കോടതിയിൽ കേസ്
മനസ്സിലായില്ല ഇത് നിന്നെ അകത്തൊക്കെ നീ സാക്ഷികളുണ്ടെങ്കിൽ എന്ത് സാക്ഷി? സാക്ഷി അലിയ ഓടാ ഓടാ വാ നീ തന്നെ സാക്ഷി ആടാ സാക്ഷി ഒന്ന് അലിയ ഇവളെല്ലാം അടിക്കുന്നത് നീ കണ്ടോ ഇല്ലയോ കണ്ടില്ലേ എന്റെ കുടുംബത്തെ അവൻ സാക്ഷി പറഞ്ഞു കൊള്ളാം ഇനിയിപ്പോ ഇവരെ കുടുംബം കൂടെ കഴിച്ചു പോടാ അത്ര